നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ കുറച്ച് ഷോർട്ട് ടോപ്പുകളുടെ കളക്ഷൻസാണ്. അതിങ്ങനെ ഇമ്പോർട്ടഡ് ടൈപ്പായിട്ട് വന്നിട്ട് കഫ്താനൊക്കെ ആയിട്ട് ഒരു ലൂസ് ഫിറ്റിൽ വന്നതാണ്. അപ്പം ഫസ്റ്റ് വൺ വരുന്ന ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ഇത് നോക്കൂ, കഫ്താനാണ്. നല്ല കംഫർട്ടാണ്. നമുക്ക് ഈ ഒരു സമ്മർ വെയറായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ട്രാവലിംഗ് ടൈമിൽ അല്ലെങ്കിൽ അല്ലേ, നല്ല കംഫർട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലിപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം അതോടൊപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ജീൻസ് ഒന്ന് കാണിച്ച മോനെ. ജീൻസ് മീൻസ് ഇതാ ഇപ്പം ഇതിങ്ങനെ വരുമ്പോഴേക്കും ഇമ്പോർട്ടഡ് പാൻറ്റ്, ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ്. ഈ ഒരു കട്ടിങ് ഫിറ്റിങ്ങിന് എന്താ പറയണേ? സ്ട്രൈറ്റ് കട്ടാണ്. നമുക്ക് കുറച്ച് വെയറബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം. അതെ, അയൺ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് പൊക്കി കയറ്റിയാൽ മതി. 2 സൈഡ് പോക്കറ്റ്, റിങ്കിൾ ഫ്രീ ആണ്. അതെ, ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടഡ് ടൈപ്പിൽ വരുന്ന, ഇതിൻ്റെ പല കളർ മാച്ചിങ് ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു നല്ല ഡാർക്ക് ചിക്കു പോലെ ഇത് യൂസ് ചെയ്യാം. വൈറ്റിൻ്റെ ഒപ്പം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ പേസ്റ്റൽ പോലെ പോകും. അല്ലെങ്കിൽ ആ ബേജ് ഇത് കാണിച്ച ബ്രൗൺ, ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. പിൻ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതെ ഇങ്ങനെ ബാക്കിലേക്ക് ഇത് ഏകദേശം ഒരു ഷോർട്ട് ടോപ്പാണ്, എന്നാലും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഒരു ഹിപ്പ് കവർ ചെയ്യുന്ന രീതിയിലാണ് ടോപ്പുകൾ വരുന്നത്. ഇതിൻ്റെ ഫാബ്രിക് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. നമുക്ക് ക്രോഷോ പോലെ ഇങ്ങനെ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഡീറ്റെയിലിംഗ് കണ്ടോ? ഇതെല്ലാം ഇങ്ങനെ ഒരു വെസ്റ്റേൺ ടൈപ്പിലേക്ക് ഷോർട്ട് ടോപ്പായിട്ട് വന്നതാണ്. ഇത് വരുമ്പോഴേക്കും വീണ്ടും പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ജീൻസ് ഉണ്ട്. അത് നമുക്കിങ്ങനെ വേറൊരു കളക്ഷനായിട്ടുണ്ട്. അതും ഇങ്ങനെ ഫ്രീ സൈസിലേക്ക് വന്നിട്ട് വേണമെങ്കിൽ സ്കേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതെ, ഈ ഡെനിം കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇൻ ചെയ്തിട്ട് ഒരു ഇങ്ങനെ ആ ഒരു ലൂസ് ഫിറ്റിലായിട്ട് ഏത് കാസ്റ്റിനും ഉപയോഗിക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ഇതാ ഇപ്പം ഇങ്ങനെ അലീന വെച്ചിരിക്കണ ഇത് കണ്ടോ, അതുപോലെ ഹിജാബ് അല്ലേ, അതുമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിക്നിക് മൂഡിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു വൺ ഡേ ട്രിപ്പൊക്കെ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച്, ഇതൊരു ബ്ലൂ വന്നു, ഒരു ഐസ് ബ്ലൂ. ഇത് വരുമ്പോഴേക്കും ഒരു ലൈറ്റ് സാൽമൺ പീച്ച് കളറ്. ഫുൾ കോട്ടൺ ആണ്. നല്ല 3/4 സ്ലീവ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ക്രോഷോൻ്റെ ലേസിൻ്റെ കോളർ നെക്ക്, നല്ലൊരു ജെൻറ്റിൽ ലുക്കാണ്. ബാക്ക് ഇങ്ങനെ വരുന്നു, ഷർട്ട് മോഡൽ. ഇത് അതിൻ്റെ തന്നെ പീറ്റർ പാൻ കോളറിലേക്ക് സെയിം കളർ ടോൺ. നല്ല ക്ലോത്താണിത്. 1076 ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. റഫിൾസ്, ക്രോഷോ ഡീറ്റെയിലിംഗ്, പീറ്റർ പാൻ കോളർ. പിന്നെ ഇതിൻ്റെ വീണ്ടും ഒരു ഐസ് ബ്ലൂ കളർ ടോൺ. പിന്നെ നല്ലൊരു ക്രീം, നല്ല ബ്രൈറ്റ് പേൾ ക്രീം കളർ ടോൺ. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും വരാം. ഇതുപോലത്തെ ഒരു ടൈലർഡ് പാന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് ഓഫീസിലേക്കായാലും നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഒഫീഷ്യൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വരുമ്പോഴേക്കും വീണ്ടും സോഫ്റ്റ് കോട്ടൺ ടൈപ്പിലേക്ക് വന്നു. റൗണ്ട് നെക്കാണ്, നല്ല വൈഡ് റൗണ്ട് നെക്ക്. നല്ല ഭംഗിയാണ് ഒരു മെറ്റീരിയലിന്. ശരിക്കും ഇത് വലിയ മൾട്ടി ബ്രാൻഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം മാർക്സ് ആൻഡ് സ്പെൻസറിൻ്റെ ഒക്കെ വരുമ്പോഴേക്കും 3999 ആ ഒരു റേഞ്ചായിരുന്നു. മീൻസ് 4000 റേഞ്ച്. അതേ ക്വാളിറ്റി തന്നെ വരുന്ന രീതിയിലാണ്. കണ്ടോ, ഇത്രയും വർക്ക് വരുന്നുണ്ട് ഇതിന്. എല്ലാം ആ ഒരു 1000 റേഞ്ചാണ് വരണേ. ഇതിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ നമ്മളുടെ സ്റ്റോറിൽ വരണ സമയത്തോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടായാലും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെയിലേക്ക് സ്ട്രൈറ്റ് പാൻറ് ഉപയോഗിക്കാം, സ്കേർട്ട് ഉപയോഗിക്കാം, ലിനൻ ജീൻസ്. ഇതാ കണ്ട, ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കിയാൽ ലൂസ് ഫിറ്റ് ആയിട്ട്. അതെ അതെ, ഇതൊക്കെ ഇങ്ങനെ നിറയെ NRIs ഒക്കെ വരുന്ന സമയത്ത് നിറയെ പർച്ചേസ് ചെയ്തിട്ട് പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ആന്റി ജാസ്മിൻ, അവരൊക്കെ കുറെ. അതെ അതെ, യെസ്, ട്രാവൽ ലുക്ക് അടിപൊളിയായത്, എയർപോർട്ട് ലുക്ക്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സമ്മേഴ്സ് അറിയാലോ, ഇവിടെ വരുമ്പോ ചൂടെടുക്കാൻ പാടില്ല. അതെ, നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ പോകുന്നതാണ് അടിപൊളി, എക്സ്ട്രീം ഹോട്ടാണ്. ഇതാ വീണ്ടും നോക്കിയേ, നല്ലൊരു സമ്മർ കളർ. അധികം ഡാർക്ക് കളേഴ്സുകളല്ല നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തത്. കാരണം ഒരു സമ്മറിനെ ഒന്ന് ഒരു എല്ലാം സമ്മർ വെയറാണ്.
കണ്ടോ നല്ല വൈറ്റ്. ഇവിടെ ഒരു ഡോറി വന്നു. ഫ്രണ്ട് കുറച്ച് ഓപ്പൺ ആണ്, അതിന് ബട്ടണുണ്ട്. അതുപോലെയുള്ള വെസ്റ്റേൺ ടൈപ്പിലേക്ക് ഓവറായിട്ടുള്ള സീ ത്രൂ അങ്ങനെയൊന്നുമല്ല, നല്ല എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ വളരെ ക്ലാസി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, പാറ്റേണുമാണ്. ചെറിയ ക്രോഷോൻ്റെ ഡീറ്റെയിലിംഗ് വന്നു നെക്ക് ലൈനിലേക്ക്. ഇതിനൊക്കെ ഡാർക്ക് വേണമെങ്കിൽ ഇതാ ജീൻസ് നോക്കിയേ, ജീൻസിൻ്റെ ഡെനിം സ്കേർട്ട് നോക്കൂ, സ്കേർട്ടായിട്ട് കണ്ടോ. ഇപ്പം സ്കേർട്ടാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനൊരു താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഓഫ് വൈറ്റ് ആൻഡ് ഡെനിം ജീൻസിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല കോംബോ ആണ്. ഇതാ സ്കേർട്ടിൻ്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വന്നു. ഇതിൻ്റെ ഡാർക്ക് ബ്രൗൺ അല്ല, മെറൂൺ ഇതിലേക്ക് നമുക്ക് ആ ബേജ് കളർ ഒന്ന് വെച്ച് കൊടുത്തേ. അലീനയുടെ കയ്യിലിരിക്കണേ കണ്ടോ, നല്ല മാച്ചിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടഞ്ചി. ഇതാ ഇങ്ങനെ വരും, ബെൽറ്റും കൂടെ. അതെ, ഇത് നമ്മുടെ കൊറിയൻ പാൻസിന്റെ ഒരു ഫിറ്റ് ആട്ടോ. ഇവിടെ വരെ പ്ലീറ്റ്സ് വന്നിട്ട് ബാഗി ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് പാൻസ് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നടക്കുന്ന ഒരു പാൻറ് ഫിറ്റ് ആട്ടോ ഇത്. ബെൽറ്റ് ഉള്ള കാരണം ആ ഒരു ഫിറ്റിങ്സും കറക്റ്റ് ആയിട്ട് കിട്ടും. അടുത്തൊരു ടോപ്പ് വരുന്ന ഫ്രണ്ട് ഓപ്പണിലേക്ക് ഇതുപോലെ കാശ്മീരി ആ ഒരു ത്രെഡ് വർക്ക് വന്നു. എല്ലാം 3/4 സ്ലീവും ജീൻസിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്ന തരത്തിൽ വരുന്ന കളറുകളാണ്. ഇതും അതുപോലെ തന്നെ ലിനൻ ഇമ്പോർട്ടഡ് ടൈപ്പാണ് മെറ്റീരിയൽ. വീനെക്ക് വന്നു. 866 ആണ് പ്രൈസ് റേഞ്ച്. ഇത് വരുമ്പോഴേക്കും വീണ്ടും കുറച്ച് വൈറ്റ് ക്രോഷോ ത്രെഡ് വർക്ക്. ഇത് 3D എഫക്റ്റിൽ എംബോസ് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ വന്ന റോസിൻ്റെ ആ ഒരു ഫ്ലവർ ഡിസൈനാണ്. നല്ലൊരു ഐസ് ബ്ലൂ കളറിലേക്ക്. അടുത്ത് വരുന്ന കുറച്ച് ലൂസ് ഫിറ്റിൽ തന്നെ ഒരു കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് ഹിപ്പ് റൗണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ടോപ്പ്. ബാക്ക് പ്ലെയിൻ ആയിട്ട് വരും, സ്ലീവും ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അടുത്തൊരു കളർ ടോൺ വരുന്ന ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഒരു ചിക്കൻ കാരിയുടെ വർക്കിൻ്റെ മെഷീനിൽ വരുന്ന ഒരു വർക്കാണ്. 1126. അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ വരുന്നുണ്ട്, ഒരു ഡസ്റ്റി ഗ്രീൻ കളർ ടോൺ. വീണ്ടും നല്ലൊരു ചെറി പീച്ച് ആ ഒരു കളർ ടോൺ. ഇതിലേക്ക് നമുക്ക് 2 കളർ വരുന്നുണ്ട്. ഇത് വരുമ്പോഴേക്കും വൈറ്റിലേക്ക് ഇതാ ഈ ഒരു ചെറി ബ്ലോസം ആ ഒരു ഫീല്. അതെ, ഇതിനൊക്കെ നമുക്ക് അതിനോട് പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന അതാ കാഷ്വൽ വെയറായിട്ട് ബെസ്റ്റാണ്. ആ ഒരു റിബൺ വർക്ക് പോലെ ഇങ്ങനെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലേക്ക് ഓൾമോസ്റ്റ് മെറ്റീരിയൽ അതാണ്. ഫ്രണ്ടും ബാക്കും അത് തന്നെ. ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള അതെ ഈ ഒരു പാറ്റേണിലേക്ക് അടിപൊളിയാണ്. അത് നല്ല ഭംഗി. ഞാനത് ഇതിങ്ങനത്തേൻ്റെയാണ് ഒരു ബ്ലാക്ക് ഞാൻ എടുത്തായിരുന്നു, കോട്ട് സെറ്റ് പോലെ. പിന്നെ വരുന്ന വൈറ്റ് ത്രെഡിനെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ട് മൾട്ടി ആയിട്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ്. ഇതിൻ്റെ ഒപ്പമൊക്കെ ഡെനിം ജീൻസോ ഡെനിം സ്കേർട്ടോ സ്ട്രൈറ്റ് പാൻറ്റ് ലൂസ് ഫിറ്റ് അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലാസി ആയിട്ട് ഒരു യൂണിഫോം പോലെയൊക്കെ സെറ്റ് ചെയ്യാം ഒരു ട്രാവൽ മോഡിലേക്ക്. പിക്നിക്കിനൊക്കെ പോകുമ്പോൾ അതെ ഒരു 1 ഡേ ട്രിപ്പ് വേഗത്തിൽ പ്ലാൻ ചെയ്യാം. വീണ്ടും നമുക്കൊരു ഐസ് ബ്ലൂ കളറിലേക്ക് ഫ്രണ്ട് ഓപ്പണിലേക്ക് ഇങ്ങനെ വന്നു. ഇതിൻ്റെ കളർ ചേഞ്ചാണത്. അതെ പേൾ ക്രീം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചെല്ലാം തന്നെ പുതിയ കളക്ഷൻസിലേക്ക് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ്. വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എബ്രോഡ് ഉള്ളവരാണെങ്കിൽ നാട്ടിൽ വരണ സമയത്തും നമുക്ക് ഇവിടെയൊക്കെ ഒരു 1 ഡേ ട്രിപ്പൊക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് യൂണിഫോം പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളർ കോഡ് അനുസരിച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് ഒരേ പാറ്റേണിൽ തന്നെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള ഒരു വെസ്റ്റേൺ വെയർ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കളക്ഷൻസും എല്ലാം നമുക്കിപ്പം പുണോളിൽ എടപ്പള്ളിയിലും ഉണ്ട്, നമ്മളുടെ അങ്കമാലി സ്റ്റോറിലുണ്ട്. എല്ലാവരും തന്നെ പുണോളിൽ സിൽക്സ് വിസിറ്റ് ചെയ്യണം. താങ്ക്